Welcome to Mathematical Methods class, and this is for MSc Physics, class number MM27, Unitary Operations. Mathematical Methods in Physics, number 1 for MSc Physics, and today our class is class number 27, Unitary Operations. What are unitary operations in mathematical physics? Unitary operations and their properties. Unitary operations and their properties. ഇൻട്രൊഡക്ഷൻ ടു ഓപ്പറേറ്റേഴ്സ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഓപ്പറേറ്റർ എന്ന് ഓർത്തിരിക്കണം. നമ്മൾ പല ഓപ്പറേറ്റർ പഠിച്ചതാണ്, എങ്കിൽ അതിനെപ്പറ്റി ഒന്നുകൂടി ഒരു ചെറുതായിട്ട് പറയുകയാണ്. ഇൻ ക്വാണ്ടം മെക്കാനിക്സ് ആൻഡ് ലീനിയർ അൽജിബ്ര ആൻഡ് ഓപ്പറേറ്റർ ഈസ് എ മാപ്പിംഗ് ഫ്രം വൺ വെക്ടർ സ്പേസ് ടു അനദർ ഓർ ഫ്രം എ വെക്ടർ സ്പേസ് ടു ഇറ്റ് സെൽഫ്. അപ്പോൾ ഒരു വെക്ടർ സ്പേസിൽ നിന്ന് അനദർ വെക്ടർ സ്പേസിലേക്ക്, അല്ലെങ്കിൽ ഒരു വെക്ടർ സ്പേസിൽ നിന്ന് ഒരു സ്ഥാനത്ത് നിന്ന് മറ്റൊന്നിലേക്ക് മാറ്റുന്നതിനുള്ള ഒരു മാപ്പിംഗ് ആണ്, ഒരു മെത്തേഡാണ് ഈ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ d/dx ഒരു ഓപ്പറേറ്ററാണ്. d/dx ഒരു ഓപ്പറേറ്ററാണ്. അപ്പോൾ അത് എക്സ് സ്ക്വയറിൽ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ 2x എന്ന് കിട്ടും. അപ്പോൾ ഒരു ഫംഗ്ഷൻ മറ്റൊരു ഫംഗ്ഷനാക്കി മാറ്റുകയാണ്. എക്സ് സ്ക്വയറിൽ നമ്മൾ d/dx എന്ന ഓപ്പറേറ്റർ കൊടുത്താൽ നമുക്ക് 2x എന്ന ആൻസർ കിട്ടും. അപ്പോൾ 2x വേറൊരു ഫംഗ്ഷനാണ്. അങ്ങനെ ഒരു ഫംഗ്ഷനെ മറ്റതിലേക്ക് മാറ്റാനുള്ള ഒരു മെത്തേഡിനെ വിളിക്കുന്ന പേരാണ്, ഒരു മാപ്പിങ്ങിനെ വിളിക്കുന്ന പേരാണ് ഈ ഓപ്പറേറ്റർ. In the context of Hilbert space, Hilbert space നമ്മൾ വേറൊരു ക്ലാസ്സിൽ കണ്ടതാണ്. In the context of Hilbert spaces which are fundamental in quantum mechanics, ഈ ഹിൽബർട്ട് സ്പേസ് ഈ ക്വാണ്ടം മെക്കാനിക്സിലെ ഒരു ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയാണ്. ഓപ്പറേറ്റേഴ്സ് ട്രാൻസ്ഫോം സ്റ്റേറ്റ്സ് വെക്ടേഴ്സ് into അതർ സ്റ്റേറ്റ്സ്. അപ്പോൾ ക്വാണ്ടം മെക്കാനിക്സിൽ സ്റ്റേറ്റ് വെക്ടറിനെ മറ്റൊരു സ്റ്റേറ്റ് വെക്ടറാക്കി മാറ്റുന്നതാണ് ഈ ഓപ്പറേറ്റർ. ആക്ഷൻ ഓഫ് ആൻ ഓപ്പറേറ്റർ, അഡ്ജോയിൻ്റ് ഓഫ് ആൻ ഓപ്പറേറ്റർ. അഡ്ജോയിൻ്റ് ഓഫ് ആൻ ഓപ്പറേറ്റർ നമ്മളതിനെ എ ഡാഗർ, അതായത് പ്ലസ് പോലെ പ്ലസിൻ്റെ കിഴിപ്പോട്ടുള്ള ലൈനിൽ നീട്ടിയിടണം. എ ഡാഗർ എന്ന് പറയും. എ ഡാഗർ എഴുതി ടോപ്പിൽ നമ്മളൊരു ഡാഗർ സൈൻ, അതായത് പ്ലസ് അതിൻ്റെ നടുക്കുള്ള ഭാഗം നീട്ടിയിട്ടാൽ മതി. റിപ്പോർട്ട് എ ഡാഗർ. ഫോർ ആൻ ഓപ്പറേറ്റർ എ ആക്ടിംഗ് ഓൺ ഹിൽബർട്ട് സ്പേസ് ഈസ് അഡ്ജോയിൻറ്റ്, ഓൾസോ നോൺ ആസ് ദി ഹെർമിഷ്യൻ കോൺജുഗേറ്റ്. എ ഡാഗർ ഈസ് ഡിഫൈൻഡ് ബൈ ദ റിലേഷൻ psi a phi, that will read as inner product. Initially there is a brass psi, then there is a ket a phi. Together we read as inner product of psi and a phi. Inner product of psi and a phi. We use a symbol inner product, or we call it as inner product throughout. This we read as inner product psi a phi, or actually there is a bra notation first, bra psi, then ket a phi. Together we call it as inner product, or some people call as a matrix, is equal to inner product a dagger psi phi. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എ ഡാഗർ, അതായത് അഡ്ജോയിൻ്റ് ഓഫ് എ മെട്രിക്സ്, അതായത് ഹെർമിഷ്യൻ കോൺജുഗേറ്റ് ഡിഫൈൻ ചെയ്യുന്നത്. അഡ്ജോയിൻ്റ് ഓഫ് ആൻ ഓപ്പറേറ്റർ ഡിഫൈൻ ചെയ്യുന്നത് ഈ മോഡലിലാണ്. അതായത് ഇന്നർ പ്രൊഡക്റ്റ് സൈ എ ഫൈ ഇസ് ഈക്വൽ ടു ഇന്നർ പ്രൊഡക്റ്റ് എ സൈ ഫൈ ഫോർ ഓൾ വെക്ടേഴ്സ് കെറ്റ് സൈ ആൻഡ് കെറ്റ് ഫൈ. നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിൽ ഫംഗ്ഷൻ എപ്പോഴും എഴുതുന്നത് സൈ എന്നോ ഫൈ എന്നൊക്കെയാണ് ക്വാണ്ടം മെക്കാനിക്സിൽ. അപ്പം അത് ഇവിടെ നമ്മൾ കാണിച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ ഇതിങ്ങനെ എഴുതാറുണ്ട്, ഇൻ്റഗ്രൽ സൈ എ ഫൈ ഡിറ്റോ ഇസ് ഈക്വൽ ടു എ ഡാഗർ ഇൻ്റഗ്രൽ എ ഡാഗർ സൈ ഫൈ എന്ന് എഴുതും. ഈ ബ്രാക്കറ്റ് നൊട്ടേഷൻ പഠിച്ചാൽ മതി. LHS we read as inner product psi a phi is equal to inner product a dagger psi phi. അപ്പോൾ LHSൽ എ ഉണ്ട്, RHSൽ എ ഡാഗറുണ്ട്. എ ഡാഗർ എന്ന് പറഞ്ഞാൽ അഡ്ജോയിൻ്റ് ഓഫ് ദി ഓപ്പറേറ്റർ എ.
ഇനി പ്രോപ്പർട്ടീസ്, എ ഡാഗറിൻ്റെ അഡ്ജോയിൻ്റ് പ്രോപ്പർട്ടീസ് നമ്മൾ ആദ്യം പറയുന്നത്. എ ഡാഗർ ഹോൾ ഡാഗർ ഈസ് എ ബി ഹോൾ ഡാഗർ ഈസ് ബി ഡാഗർ എ ഡാഗർ, തിരിഞ്ഞു വരും. നെക്സ്റ്റ് സി എ ഹോൾ ഡാഗർ ഈസ് ഈക്വൽ ടു സി ഡാഗർ എ ഡാഗർ, വേർ സി ഈസ് എ കോംപ്ലെക്സ് സ്കേലാർ and C dagger is its complex conjugate. Then A plus B whole dagger is equal to A dagger plus B dagger. Definition of unitary operator. ഇനി യൂണിറ്ററി ഓപ്പറേറ്റർ ആണ് പറയുന്നത്. അഡ്ജോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇനി യൂണിറ്ററി ഓപ്പറേറ്റർ എന്താണെന്ന് പറയാം. യൂണിറ്ററി ഓപ്പറേറ്ററാണ് നമ്മുടെ ഈ ടോപ്പിക്ക്. യൂണിറ്ററി ഓപ്പറേറ്റർ U is an operator on a Hilbert space that satisfies the following two conditions. അപ്പോൾ ഇനി പറയുന്ന രണ്ട് കണ്ടീഷൻ അനുസരിക്കുന്ന ഒരു ഓപ്പറേറ്ററാണ് ഹെർമീഷ്യൻ ഹിൽബർട്ട് സ്പേസിൽ ഒരു ഓപ്പറേറ്ററാണ്. അതിന് താഴെ പറയുന്ന രണ്ട് കണ്ടീഷനുണ്ട്. ആ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ അതിന് നമ്മൾ യൂണിറ്ററി ഓപ്പറേറ്റർ എന്ന് പറയും. യൂണിറ്ററി ഓപ്പറേറ്റർ U is an operator on a Hilbert space that satisfies the following two conditions. What is first condition? Number one, it preserves the inner product and thus the norm of vectors. Number two, it is invertible and its inverse is equal to the adjoint. അപ്പോൾ രണ്ട് കണ്ടീഷൻ ഉണ്ട്. ഒന്നാമത്തെ കണ്ടീഷൻ, ഇറ്റ് പ്രിസർവ്സ് ദ ഇന്നർ പ്രൊഡക്റ്റ്. ഇന്നർ പ്രൊഡക്റ്റ് സെയിമായിട്ട് കീപ്പ് ചെയ്യും. ആ നോമിന് മാറ്റമുണ്ടാകില്ല, മാഗ്നിറ്റ്യൂഡിന് മാറ്റമുണ്ടാകില്ല. അതിൻ്റെ രണ്ടാമത്തെ, ഇറ്റ് ഈസ് ഇൻവെർട്ടിബിൾ, അതായത് ഇൻവേഴ്സ് എടുത്താൽ അത് അഡ്ജോയിൻ തുല്യമായിരിക്കും. ദ ഇൻവേഴ്സ് ആൻഡ് ദി it is invertible and its inverse is equal to adjoint. 1/a എന്ന് പറഞ്ഞാൽ A dagger ആയിരിക്കും. Mathematically, a linear operator U is unitary if U dagger U is equal to U dagger is equal to I. Mathematically, a linear operator is unitary if U dagger U is equal to U dagger is equal to I. I is called identity matrix. I is called identity matrix. Its norm is 1. Alternative definition, inner product preservation. അടുത്തൊരു ഡെഫിനിഷൻ കൂടി പറയുകയാണ്. എന്താണ് ഈ യൂണിറ്ററി ഓപ്പറേറ്ററിന്? An operator U is unitary if for any two vectors get to phi and get to psi in the Hilbert space, inner product U phi U psi is equal to inner product of phi and psi. യൂണിറ്ററി ഓപ്പറേറ്ററിൻ്റെ ഓപ്പറേഷൻ മനസ്സിലാക്കുക. ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് U phi and U psi is equal to inner product of phi and psi. അത് വായിക്കാൻ അറിയാൻ പാടില്ലെങ്കിൽ ഇങ്ങനെയാണ് പറയേണ്ടത്. ഇത് നോക്കുക, താഴെ കാണുന്നത് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് U phi and U psi, RHS ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് phi and psi. അത് വായിക്കുന്നത് ആളെ കൊടുത്താണ്. You read as this value, reading in words. നമ്മൾ വാക്കുകൾ ഇങ്ങനെ വായിക്കുന്നത്. ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് psi with A acting on phi. Inner product of psi with A acting on phi. Inner product of psi with A operating on phi equals the inner product of A dagger acting on psi with phi. A dagger acting on psi with phi. A dagger വേണം. അതായത് നമ്മൾ ആ മുകളിൽ കാണുന്നത് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് psi A phi is equal to inner product of A dagger phi psi. അങ്ങനെ വായിക്കണം. പിന്നെ അതിൻ്റെ ഇക്വേഷൻ്റെ പ്രൂഫ് നമുക്കൊന്ന് പറയാം ഇവിടെ. If we know that U dagger U is equal to I, then
In the product u phi is equal to 5 we can take out and write u dagger u psi. U dagger u is equal to I. Therefore, inner product of phi I psi. That is phi psi. Inner product of phi psi. I, the value phi is taken as 1. It is an identity matrix. Identity operator, its value is 1. Conversely, if u inner product u phi u psi is equal to inner product phi psi, then more equations. Then inner product of phi u dagger u psi is equal to inner product phi psi. Since this holds good for all ket phi, it implies u dagger u psi is equal to psi. And for all ket psi, so u dagger u is equal to I. If the condition u dagger is equal to I ensures the operator is also subjective on to. അങ്ങനെ പറയും. The condition u dagger is I ensures that the operator is also subjective on to എന്ന് പറയും. ഇനി പ്രോപ്പർട്ടീസ് ഓഫ് യൂണിറ്ററി ഓപ്പറേറ്റേഴ്സ്. യൂണിറ്ററി ഓപ്പറേറ്റേഴ്സിൻ്റെ ചില പ്രോപ്പർട്ടീസ് പറയുകയാണ്. നോമിൻ്റെ ലെങ്ത് എൻ്റെ മാഗ്നിറ്റ്യൂഡ്. നോ പ്രിസർവേഷൻ. മാഗ്നിറ്റ്യൂഡിന് മാറ്റമില്ല. എ യൂണിറ്ററി ഓപ്പറേറ്റർ preserves the norm length of the vectors. That is norm u psi square is equal to the inner product u psi is equal to inner product of psi which is the norm square norm psi square. This means unitary transformations represent rotations and reflections in the vector space without scaling. Inverse is its adjoint. As per the definition, u inverse u raised to minus 1 is equal to u dagger. This makes unitary operator very well behaved as their inverse is easily found. അപ്പോൾ ഈ ഓപ്പറേറ്ററിൻ്റെ ഇൻവേഴ്സ് കാണാൻ പ്രയാസമില്ല. ഡാഗർ എടുത്താൽ മതി. ഒരു മെട്രിക്സ് അല്ലെങ്കിൽ ഒരു ഓപ്പറേറ്റർ യു ഉണ്ടെങ്കിൽ അതിൻ്റെ അഡ്ജോയിൻ്റ് എടുത്താൽ യു ഡാഗർ എടുത്താൽ അത് അതിൻ്റെ ഇൻവേഴ്സ് തുല്യമായിരിക്കും. യു റേസ് ടു മൈനസ് 1 തുല്യമായിരിക്കും. യു ഡാഗർ യു റേസ് ടു മൈനസ് 1 തുല്യമായിരിക്കും. അടുത്ത പ്രിസർവേഷൻ ഓഫ് ഓർത്തോനോർമാലിറ്റി. അപ്പോൾ ഇതിൻ്റെ ഓർത്തോനോർമാലിറ്റി കണ്ടീഷൻ, ഈ ക്രോണോഗ്രാഫ് ഡെൽറ്റ വരുന്ന ഒരു കണ്ടീഷൻ ഉണ്ട് ഇതിന്. ഇഫ് എ സെറ്റ് ഓഫ് വെക്ടേഴ്സ് ദാറ്റ് ഈസ് ket phi I forms an orthonormal basis, then the transformed set u ket phi I also forms an orthonormal basis of vector, that is u phi j. Inner product u phi j is equal to inner product phi j is equal to delta ij, which is Kronecker delta. And Kronecker delta is 1 when I is equal to j, and it is 0 when I is not equal to j. Eigenvalues are on the unit circle. Eigenvalues unit circle ഇരിക്കും. If lambda is an eigenvalue of a unitary operator u with the eigenvector ket psi, that is u ket psi is equal to lambda ket psi, then the norm u psi square is equal to
lambda psi norm the square is equal to lambda square norm psi square. Since norm psi square is equal to norm norm u psi square is equal to norm psi square. This is called norm preservation. We have lambda square modulus lambda square modulus psi square is equal to, or norm psi square, modulus lambda square into norm psi square is equal to norm psi square. So we can say if norm psi is not equal to 0, we get lambda square is equal to 1, which implies lambda is equal to 1. Therefore, all eigenvalues of a unitary operator lie on the unit circle in the complex plane. അപ്പോൾ ഈ ലാംഡയുടെ വാല്യൂ 1 ആയതുകൊണ്ട് ഈ ഐഗൻ വാല്യൂസ് എല്ലാം യൂണിറ്റ് സർക്കിളിൽ കിടക്കും എന്ന് പറയാം. Composition of unitary operators. Unitary operator composition എന്താണ്? If u1 and u2 are unitary operators, then their product u1 into u2 is also a unitary operator. That is u1 u2 dagger u1 u2 is equal to u2 u1 u2 dagger u1 dagger u1 u2, which is equal to u2 dagger u2 I u2. That is u1 dagger is I. That is u2 dagger u2 dagger u2. പിന്നെ യൂണിറ്ററി ഓപ്പറേറ്റേഴ്സ് ആൻഡ് ബേസിസ്. യൂണിറ്ററി ഓപ്പറേറ്റേഴ്സും ബേസും എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാക്കുക? Transformations. Unitary operators are crucial for describing transformations between different orthonormal bases. In a Hilbert space, if Kt1 or Ktei is one orthonormal basis, this basis, the magnitude is 1. In Cartesian coordinate system, IJKR basis, and in other space, in phase space, etc., we say E1, E2, E3, etc. basis. So here we say independent basis. If Ket Ei is one orthonormal basis and Ket Fj is another, then there exists a unitary operator I such that Ket Fj is equal to Uej for all value of j. Now, relation to Hermitian operators. If H is a Hermitian operator, H is H dagger, Hermitian condition is H is H dagger, then E raised to minus IH is a unitary operator. This is particularly important in quantum mechanics, where time evolution is governed by the time evolution operator. The time evolution operator we write as a ut is equal to e raised to
minus IHT by h cut. In the power we write minus IHT by h cut, where h is the Hamiltonian a Hermitian operator. Examples of unitary operators. Examples: rotation operators. In Euclidean space, in R-cubed space, these operators rotate vectors without changing their length. In matrix representation, a rotation matrix R satisfies RT, R is equal to I. Since rotation matrices are real, R dagger is RT, thus they are unitary. RT is R transpose. Example of 2D rotation matrix. Example of 2D rotation matrix. A 2D rotation by an angle theta. That is R theta is equal to cos theta minus sin theta, sin theta, cos theta. This is a rotation matrix. And R theta transpose into R theta is equal to cos theta sin theta. Transpose ആണ് ഫസ്റ്റ് എഴുതണം. മൈനസ് സൈൻ തീറ്റ കോസ് തീറ്റ. ട്രാൻസ്പോസ് ചെയ്യാനായിട്ട് നമ്മൾ റോയും കോളം ചേഞ്ച് ചെയ്താൽ മതി. റോ കോളം ചേഞ്ച് ചെയ്താൽ മതി. അപ്പുറത്തെ ആർ തീറ്റ തന്നെ, സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റ കോസ് തീറ്റ. അപ്പോൾ നോക്കി ആർ ടി ആർ ആണ് ഇരിക്കുന്നത്. ആർ ടി ആർ തീറ്റയാണ് ഇവിടെ വേരിയബിളായിട്ട് വരുന്നത്. ആർ ടി ആർ ഇസ് ഈക്വൽ ടു, ആർ ടി എന്ന് പറഞ്ഞാൽ നേരത്തെയുള്ള ആറിൻ്റെ ട്രാൻസ്പോസ്, അതായത് കോളം റോ ചേഞ്ച് ചെയ്യണം, കോളം റോ ആയിട്ട് മാറും. അപ്പോൾ കോസ് തീറ്റ സൈൻ തീറ്റ മൈനസ് സൈൻ തീറ്റ കോസ് തീറ്റ ഈസ് ഈക്വൽ ടു കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റ കോസ് തീറ്റ. ഫേസ് ഷിഫ്റ്റ് ഓപ്പറേഷൻ പിന്നെ ചെയ്യുന്നൊരു ഓപ്പറേഷനാണ് ഫേസ് ഷിഫ്റ്റ് ഓപ്പറേഷൻ. ഇൻ ക്വാണ്ടം മെക്കാനിക്സ്, an operator that multiplies a state by a global phase vector e raised to ih, I alpha, where alpha is a real number, e raised to ia എന്ന് വായിച്ചാലും മതി, I alpha വേണ്ട, e raised to ia, where a is a real number. Read it again. In quantum mechanics, an operator that multiplies a state by a global phase factor e raised to ia is unitary. That is, u is equal to e raised to ia into I. U transpose is equal to e raised to ia into I transpose. That is e raised to minus ia I transpose. That is e raised to minus ia I. Then u dagger u. That is sign. I shall read it once again. Just I alpha എഴുതിയാലും മതി. U dagger is equal to e raised to I alpha, I dagger, that is e raised to minus I alpha, I dagger e raised to minus I alpha into I. Or u dagger u is equal to e raised to minus I alpha I e raised to I alpha I is equal to e raised to minus of I alpha, e raised to minus I alpha plus I alpha I square, that is e raised to 0 into I, that is e raised to 0 is 1 I. Fourier transform. It is continuous or discrete. The Fourier transform is a unitary operator. It transforms a function from the time domain to the frequency domain or vice versa, while preserving
എനർജി നോ. അപ്പോൾ ഈ ഫ്യൂറിയർ ട്രാൻസ്ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടൈം ഡൊമൈനിൽ നിന്ന് ഫ്രീക്വൻസി ഡൊമൈനിലേക്ക് ഒരു ഫംഗ്ഷനെ മാറ്റുന്ന രീതിയാണ്. അവിടെ നോം കോൺസ്റ്റൻ്റായിട്ട് നിൽക്കും. ഒരു വെക്ടറിനെ, ഒരു ഫംഗ്ഷനെ ടൈം ഡൊമൈനിൽ നിന്ന് ഫ്രീക്വൻസി ഡൊമൈനിലേക്ക് മാറ്റാൻ നമ്മൾ ഫ്യൂറിയർ ട്രാൻസ്ഫോം ഉപയോഗിക്കും. ഈ ഫംഗ്ഷൻ്റെ നോം, വെക്ടറിൻ്റെ നോം അത് മാറ്റമില്ലാതിരിക്കും. ഇമ്പോർട്ടൻസ് ഇൻ ക്വാണ്ടം മെക്കാനിക്സ്. ഈ യൂണിറ്ററി ഓപ്പറേറ്ററിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം വരുന്നത് ക്വാണ്ടം മെക്കാനിക്സിലാണ്. Unitary operators play a fundamental role in quantum mechanics. One is time evolution. The time evolution of a quantum state is given by a unitary operator U I 0. It is a unity operator. U I 0 is equal to e raised to minus I minus I 0 IH, which ensures that the norm of the state vector and thus the probability of finding the particle somewhere is conserved over time. Symmetry transformations. Symmetries in physical systems are represented by unitary operators. For example, translations. For example, translations, rotations, and Lorentz transformations are represented by unitary operators in the. So you see what are symmetry transformations? Symmetries in physical systems and are represented by unitary operators. For example, translations, rotations, and Lorentz transformations are represented by unitary operators in the Hilbert space of quantum mechanics. In the conservation laws, example, conservation of energy, momentum, angular momentum are directly linked to these unitary symmetry operations. Measurement postulates. While measurements are non-unitary processes, the transformation of states between measurement or within a single measurement apparatus under unitary evolution is described by unitary operators. So these are the important questions from this. യൂണിറ്ററി ഓപ്പറേറ്ററിൻ്റെ ഒരു വിശദമായ നോട്ടാണ്. ഒരു ഡെഫിനേഷൻ മാത്രമേ ചിലപ്പോൾ ചോദിക്കുകയുള്ളായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഇതാണ്: വാട്ട് ഈസ് അഡ്ജോയിൻ്റ് ഓഫ് ആൻ ഓപ്പറേറ്റർ, ഗീവ് ഇറ്റ്സ് പ്രോപ്പർട്ടീസ്. നമ്പർ 2, ഡിഫൈൻ യൂണിറ്ററി ഓപ്പറേറ്റർ, ഗീവ് properties. അതാണ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഡിഫൈൻ യൂണിറ്ററി ഓപ്പറേറ്റർ, ഗീവ് പ്രോപ്പർട്ടീസ്. വാട്ട് ഈസ് ദി റിലേഷൻ ബിറ്റ്വീൻ Hermitian operators and unitary operators? Next question, give examples of unitary operator. Next is, what is the purpose of unitary operator in quantum mechanics? That is all with our class number 27. We continue our topic. Thank you very much.